സീറോ മലബാർ സഭയുടെ ഏറ്റവും പ്രിയങ്കരനായ വലിയ പിതാവ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഈ 19-ാം തീയതി 80 വയസ്സ് തികയുകയാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇടയ ശുശ്രൂഷ നിർവഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന മെത്രാൻമാർ അവരുടെ ഉത്തരവാദിത്വങ്ങളോട് എങ്ങനെ നീതി പുലർത്തുവാൻ സാധിക്കും എന്ന ചോദ്യത്തിന് മാതൃക തന്നെയാണ് മാർ ആലഞ്ചേരി. വിശ്വാസത്തോടെ ദൈവത്തിന്റെ ആഹ്വാനത്തെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. പിന്നോട്ട് നോക്കുമ്പോൾ തോൽവികളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. അവയെല്ലാം മറന്ന് മുന്നോട്ട് പോകാം. ദൈവസ്നേഹത്താൽ പ്രചോദിതമായ ആത്മാവാണ് നമ്മെ നയിക്കുന്നത്. പിന്നെ എന്തിന് ഭയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയെ നയിച്ച പ്രവാചക ധീരനായ മേജർ ആർച്ച് ബിഷപ്പായി സീറോ മലബാർ സഭാ ചരിത്രം കർദിനാൾ ആലഞ്ചേരിയെ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. സീറോ മലബാർ സഭയെ കൂട്ടത്തിൽ പങ്കാളിത്തവും പ്രേക്ഷിതമാക്കുന്നതിനുള്ള ആത്മീയ നവീകരണത്തിന്റെയും ഘടനാപരമായ നവീകരണത്തിന്റെയും പാതയാണ് മാർ ആലഞ്ചേരി തിരഞ്ഞെടുത്തത്. സൗഹാർദ്ദമായ സേവനത്താലാണ് മെത്രാൻ ശുശ്രൂഷ നടത്തേണ്ടത് എന്നും മറ്റുള്ളവരുമായുള്ള സഹകരണത്തിൽ, പ്രത്യേകിച്ചും വൈദികരും അൽമായരുമായുള്ള ബന്ധത്തിൽ ഊഷ്മളത വേണമെന്നും വിശ്വസിച്ച വ്യക്തിത്വമാണ് കർദിനാളിന്റേത്. തീരുമാനമെടുക്കൽ പ്രക്രിയകൾക്ക് സഭാപരമായ വിവേചനാധികാരം ആവശ്യമാണ് എന്നും അതിന് സുതാര്യതയും ഉത്തരവാദിത്വവും ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് മാർ ആലഞ്ചേരി വിശ്വസിച്ചിരുന്നു. ഒരു മതവിഭാഗത്തിന്റെ ആത്മീയ ചട്ടക്കൂട്ടിൽ മാത്രം ഒതുങ്ങാതെ മാനവികതയെ മുഴുവൻ ആശ്ലേഷിക്കാനുള്ള ഹൃദയ വിശാലത കാണിച്ച മഹാനായ ഇടയനാണ് മാർ ആലഞ്ചേരി. കേരളത്തിലെ ജാതി മത ഭേദമന്യുള്ള ജനങ്ങളുടെ ഹൃദയങ്ങൾ കവർന്ന ക്രൈസ്തവ നേതാവാണ്. ലോകത്ത് ഒരാളെ അടയാളപ്പെടുത്തുവാനായി ഒന്നും തന്നെ ഇല്ലെങ്കിൽ ആ വ്യക്തി അവശേഷിച്ചു പോയ മാറ്റങ്ങൾ ഒരു അടയാളമായി അവശേഷിക്കും. ഇന്ത്യ മുഴുവനുമുള്ള അജപാലന അധികാരത്തിനായുള്ള ശ്രമങ്ങൾക്ക് ലഭിച്ച അംഗീകാരം, റോമിൽ സീറോ മലബാർ സഭയുടെ പ്രതിനിധി ഭവനം സ്ഥാപനം, ഓസ്ട്രേലിയ, കാനഡ, ഗ്രേറ്റ് ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ രൂപതകൾ സ്ഥാപിക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ കർദിനാൾ മാർ ആലഞ്ചേരിയുടെ പങ്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അറബ് മേഖലയിലെ അജപാലനവുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും ഫ്രാൻസിസ് പാപ്പ എടുത്തു പറഞ്ഞു. കർദിനാൾ ആലഞ്ചേരിയുടെ പ്രവർത്തനങ്ങളെല്ലാം സിനഡ്, അജപാലനം, മതബോധനം, ആരാധനാക്രമം, പൗരോഹിത്യ പരിശീലനം, യുവജനങ്ങൾക്കായുള്ള, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലെ അംഗങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ, ഒപ്പം പാവപ്പെട്ടവർക്കായുള്ള പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള സഭയുടെ സാധാരണ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളിന്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി ആഗോള സഭയെ തന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭയിലെ ഒരു ശരാശരി വിശ്വാസിക്ക് ഭാഷയുടെയും ഭൂമിയുടെയും വിശ്വാസത്തിന്റെയും അതിരുകൾക്കപ്പുറം വിശാലമായി ചിന്തിക്കാനും ആത്മീയതയിലേക്ക് കൈപിടിച്ച് എത്തുവാനും കഴിഞ്ഞത് യാദൃശ്ചികതയോ ഭാഗ്യമോ മൂലമല്ല, മറിച്ച് ചതഞ്ഞ് ഞങ്ങള ഒടിഞ്ഞാതെയും പുകയുന്ന തിരി കെടുത്താതെയും ഋഷിതുല്യമായ സൗമ്യതയോടെയും സ്നേഹവും മനുഷ്യത്വവും കൊണ്ട് ജീവിതത്തിന്റെ നേർവഴികളിലൂടെ സഞ്ചരിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഇടയനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എന്ന താപസ ശ്രേഷ്ഠൻ നയിച്ച സഭയിലെ അംഗങ്ങളായത് കൊണ്ട് തന്നെയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് ദൈവജനത്തെ വിശ്വസിക്കാനും കേൾക്കാനും കഴിയണം. അധികാരം പ്രയോഗിക്കുന്നവരെ വിശ്വസിക്കാൻ ദൈവജനത്തിന് സാധിക്കണമെന്നും കർദിനാൾ ആലഞ്ചേരിയുടെ ശുശ്രൂഷകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഭയുടെ കുർബാനക്രമം നവീകരിക്കുന്നതിലും കുർബാന അർപ്പണത്തിൽ ഏകീകൃത രൂപം നടപ്പാക്കുന്നതിലും യാമപ്രാർത്ഥനകൾ നവീകരിക്കുന്നതിലും മാർ ആലഞ്ചേരിയുടെ നടപടികൾ സീറോ മലബാർ സഭയെ ആഗോളതലത്തിൽ കരുത്തുറ്റതാക്കി. ലാളിത്യവും അധികാര ഗർവില്ലാത്ത പെരുമാറ്റവും വഴി ആഗോളതലത്തിൽ തന്നെ ജാതി മത ഭേദമേനിയുള്ള ജനങ്ങളുടെ സ്നേഹവും പ്രീതിയും ആദരവും നേടിയെടുക്കാൻ ആലഞ്ചേരി പിതാവിന് കഴിഞ്ഞിട്ടുണ്ട്. ഈശോ മിശിഹായെ തന്റെ സ്നേഹത്തിലൂടെയും ജീവിതത്തിലൂടെയും ഹൃദയത്തിലൂടെയും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത നിർമ്മലനായ പിതാവ് മാർ ജോർജ് ആലഞ്ചേരിക്ക് ജന്മദിനാശംസകൾ നേരുകയാണ്.